ന്യൂനപക്ഷം ഭയക്കണമെന്നാണ് ചോദ്യം. ഒരിക്കൽ കൂടി ഞാൻ എം എൻ വിജയൻ മാഷിൻ്റെ വാചകങ്ങൾ കൂട്ടിയാൻ ഉദ്ദേശിക്കുന്നു. കയറ് വലിയുമ്പോൾ മാത്രമേ പശുവിന് പാരതന്ത്ര്യത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാവുകയുള്ളൂ. ആ കയറ് വലിയുന്നതുവരെ പശു വിശ്വസിക്കുന്നത് താനൊരു ജനാധിപത്യ വ്യവസ്ഥയിലാണ് എന്നാണ്. കേരളത്തിലെയും ഇന്ത്യയിലെയും പല ന്യൂനപക്ഷങ്ങളും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങനെയാണ്. ഇന്ന് കേരളത്തിലെ ക്രിസ്ത്യൻ സഭകൾ തിരിച്ചറിയുന്നു. പലതുകൊണ്ടും പഠിക്കാതെ ഏറ്റവും ഒടുവിൽ അവരുടെ പ്രിയപ്പെട്ട 2 കന്യാസ്ത്രീകൾ തൊടുമ്പോൾ അവർ തിരിച്ചറിയുന്നു ഇതുവരെ തങ്ങൾ കണ്ടതെല്ലാം പൊയ് ആണ് എന്നുള്ളത്. പൊയ്മുഖങ്ങൾ ഏതൊക്കെ രൂപത്തിൽ വന്നു? ന്യൂനപക്ഷങ്ങളെ പല രീതിയിലല്ലേ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചത്? കേരളത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച്, കേരളത്തിൽ എങ്ങനെയാണ് BJPക്ക് ചുവടുറപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങുന്നത് ഇന്നും ഇന്നലെയുമല്ല. 2004 തലങ്ങളൊരു നീക്കം നടത്തി ഏറെക്കുറെ വിജയകരമായി പൂർത്തിയാക്കി. പക്ഷേ അത് ഒരൊറ്റ മണ്ഡലത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി. IFDPയുടെ പ്രതിനിധിയായിട്ട് PC തോമസ് വരുന്നതോടുകൂടി NDAയിലേക്ക് ജയിച്ചു കയറുന്നതോടുകൂടിയാണ് കേരളത്തിൽ ആദ്യത്തെ ഒരു NDAയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ അത് താൽക്കാലികമായിട്ടുള്ളൊരു വിജയം മാത്രമായിരുന്നു. പിന്നീട് തുടർച്ചയായിട്ട് BJP താഴേക്ക് പോകുന്ന നില വന്നു. അതിനുശേഷം 2018 ആകുമ്പോഴേക്കും ഒരു കൂടിയാലോചന വരുന്നു. അവരുടെ മാതൃക എന്താണെന്നറിയുമോ? നാഗാലാൻഡ് ആയിരുന്നു. നാഗാലാൻഡിൽ 80% ക്രിസ്ത്യൻ വിഭാഗത്തിനിടയ്ക്ക് 12 MLA സൃഷ്ടിക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് കേവലം 20% മാത്രമുള്ള ക്രിസ്ത്യാനികൾ മാത്രമുള്ള കേരളത്തിൽ നിങ്ങൾക്ക് ഒരു MPയോ MLAയോ സൃഷ്ടിക്കാൻ കഴിയാത്തത്? ഇതായിരുന്നു അന്ന് BJPയുടെ ചോദ്യം. അന്ന് മുതൽ തുടങ്ങിയതാണ് എഞ്ചിനീയറിംഗ്. CP ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ അന്ന് തമിഴ്നാടിൻ്റെ BJPയുടെ ചുമതലയുണ്ടായിരുന്ന പ്രഭാരി അന്ന് കേരളത്തിലേക്ക് വരുന്നു. ഈ ക്രിസ്ത്യൻ സഭകളെ കൂട്ടിയോജിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് K. സുരേന്ദ്രനും മുരളീധര പക്ഷവും എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന തീവ്രമായ ശ്രമങ്ങൾ. അങ്ങനെ ക്രിസ്ത്യൻ ബെൽറ്റിലേക്ക് കടന്നു കയറാൻ BJP നടത്തിയ രാഷ്ട്രീയ നീക്കത്തിൻ്റെ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ദുർഗിൽ സംഭവിച്ചിരിക്കുന്നത്. എന്തെല്ലാം പറഞ്ഞു, എന്തെല്ലാം രീതിയിലാണ് മുസ്ലിം പക്ഷത്തിനെതിരായിട്ടൊരു വിഭാഗത്തെ നിർത്തിക്കൊണ്ട് ക്രിസ്ത്യൻ സമുദായത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് BJP രാഷ്ട്രീയം കളിച്ചത്. വഖഫിൻ്റെ കാര്യം വന്നപ്പോൾ നമ്മൾ യഥാർത്ഥ മുന്നമാരെ തിരിച്ചറിയുകയായിരുന്നില്ല. യഥാർത്ഥത്തിൽ മുൻപത്തെ മനുഷ്യർക്ക് വഖഫിലെ നിയമം പാസ്സാക്കിയ ദാ ഭൂമി എന്നുള്ളതായിരുന്നല്ലോ വാഗ്ദാനം. മുൻപത്തെ മനുഷ്യർ ഇപ്പോഴും അവിടെ തന്നെ കഴിയുന്നുണ്ട് കേട്ടോ. ഇതേ ഭീതിയിലും ആശങ്കയിലും അവിടെ കഴിയുന്നുണ്ട്. ഒടുവിൽ കിരൺ റിജ്ജു വന്ന മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ആ വസ്തുത തുറന്നു പറഞ്ഞു. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, ഈ നിയമത്തിന് ചെയ്യുന്നതിന് പരിമിതികളുണ്ട് എന്നതാണ് കിരൺ റിജ്ജു പറഞ്ഞു പോയതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ മുൻപത്തെ മനുഷ്യർക്ക് വഖഫ് നിയമവുമായി ബന്ധപ്പെടുത്തി അതുവരെ നടത്തിയ നാടകങ്ങളെല്ലാം കേവലം പൊറാട്ട് നാടകങ്ങളായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. മുൻപത്ത് നിന്ന് നിങ്ങൾ പഠിച്ചില്ലേ? വഖഫ് നിയമവും ഭേദഗതിയുമായി വരുന്ന സമയത്ത് ഇവിടുത്തെ ക്രിസ്തീയ സഭകൾ ഒന്നടങ്കം പറഞ്ഞില്ലേ, വഖഫ് നിയമത്തിന് ഭേദഗതിക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തണം, രാഷ്ട്രീയ നിലപാടെടുക്കണമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കേരളത്തിലെ BJP നേതൃത്വം ന്യൂനപക്ഷത്തെ കൊണ്ടുപോയി. നർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഇവിടെ ക്രിസ്ത്യൻ സഭകളിൽ നിന്ന് ഉയരത്തക്ക രീതിയിൽ അവരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയില്ലേ? ഒടുവിൽ അതൊന്നുകൊണ്ടും ഏൽക്കാതെ വന്നപ്പോൾ പിന്നീട് നേരിട്ട് ക്രിസ്ത്യൻ പ്രതിനിധിയിൽ നിന്നൊരു കേന്ദ്രമന്ത്രിയെ കൊണ്ടുവന്നു, ജോർജ് കുര്യൻ. ഇന്ന് ആ കേന്ദ്രമന്ത്രിയുടെ ഏറ്റവും നിസ്സഹായമായ പെർഫോമൻസാണ് നമ്മൾ കണ്ടത്. എനിക്ക് കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യനോട് പറയാനുള്ളത്, അങ്ങിനി ഹിന്ദി പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇവിടുത്തെ സാധാരണ മനുഷ്യരുടെ വികാരം അത് മനസ്സിലാക്കാൻ പഠിക്കണം. ചില സമയങ്ങളിൽ സൈലൻസ് ഈസ് ഗോൾഡൻ എന്നാണ്. അങ്ങേക്ക് ചുരുങ്ങിയ പക്ഷം വായ തുറക്കാമായിരിക്കാമായിരുന്നു. പക്ഷേ ഇന്ന് 2 കന്യാസ്ത്രീകൾ ദുർഗിലെ ജയിലിൽ കഴിയുന്ന സമയത്ത് 53 കുറ്റവാളികൾക്കൊപ്പം ജയിലിൽ കഴിയുന്ന സമയത്ത് 2 മാലാഖമാർ അവിടെ അങ്ങനെ തടങ്കലിൽ കഴിയുന്ന സമയത്ത് ചിരിച്ചും ഉല്ലസിച്ചും പരിഹസിച്ചും പുച്ഛിച്ചും നടത്തിയ പ്രകടനമുണ്ടല്ലോ, അത് അത്യന്തം ഖേദകരമാണ്. അത് അത്യന്തം വഷളത്തരം നിറഞ്ഞ പ്രയോഗമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത് ആദ്യമായി ഈ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയത് നമ്മൾ കണ്ടു. എവിടെയാണെന്നറിയാമോ? തെരുവിലല്ല. മുതലപ്പുഴയിൽ ജോർജ് കുര്യൻ മന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ നിന്ന് ജോർജ് കുര്യൻ പ്രസംഗിക്കാൻ തുടങ്ങിയതോടുകൂടി ആളുകൾ ഓരോന്നായിട്ട് എഴുന്നേറ്റ് പോയി തുടങ്ങി. നിങ്ങൾ എത്ര കൊന്ത കൊടുത്താലും കുരിശു കൊടുത്താലും കേക്ക് കൊടുത്താലും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിലെ വിശ്വാസികൾക്ക് ഇന്ന് BJP നേതാവ് പറയുന്നതിൽ വിശ്വാസമില്ല എന്നതിൻ്റെ തെളിവാണ്. അതാണിന്ന് ഒരു കേന്ദ്രമന്ത്രി മാധ്യമങ്ങളുടെ മുന്നിൽ നടത്തിയ പ്രകടനം. എന്താണ് മാധ്യമങ്ങളോട് ചോദിക്കുന്നത്? ആനയൂട്ടിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. ക്രിസ്ത്യൻ സഭയിലെ 2 മാലാഖമാരായിരിക്കുന്ന 2 വയോധികരായിരിക്കുന്ന സിസ്റ്റർമാർ ജയിലിൽ തടങ്കലിൽ കഴിയുന്ന സമയത്ത് ആനയൂട്ടിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ് കേരളത്തിലെ ഒരു മന്ത്രി, ജോർജ് കുര്യൻ എന്ന് പറയുന്ന മന്ത്രി. മറ്റൊരു മന്ത്രിയെ കേൾക്കാനേ ഇല്ല. എവിടെയാണ് സുരേഷ് ഗോപി എന്നറിയില്ല. ഇനിയിപ്പോൾ നാളെ അമിത്ഷാ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ടോ ഈ വാചകം? ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ ഒരു ബൈറ്റ് കാണിച്ചു തരാമോ? ഒരു വാചകം. താങ്കൾക്ക് സുരേഷ് ഗോപിയോടുള്ള വിദ്വേഷം? എനിക്ക് സുരേഷ് ഗോപിയുടെ വിരോധമൊന്നുമില്ല. സുരേഷ് ഗോപി ഞാൻ ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരു സിനിമാ താരമാണ്. ആ കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പക്ഷേ എവിടെയാണ് ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം? സുരേഷ് ഗോപി പാർലമെന്റിൽ ഈ വിഷയത്തിൽ സുരേഷ് ഗോപി പാർലമെന്റിൽ ഒരു വാചകം പറഞ്ഞോ?
ഒരു വാചകം പറഞ്ഞു. എന്തിന് കേരളത്തിലെ എം പിമാർക്കൊപ്പം ഈ വിഷയത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ ഞാനും പ്രതിഷേധിക്കുന്നു എന്നൊരു വാചകം പറഞ്ഞോ? എന്നിട്ട് ഛത്തീസ്ഗഡിലേക്ക് പോയി നിൽക്കുന്ന എം പിമാർ അവിടെ നിന്ന് പാർലമെന്റിൽ പങ്കെടുത്തിരിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഇരട്ടത്താപ്പ് കേരളത്തിലെ ജനത തിരിച്ചറിയണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കേരളത്തിലെ ബി ജെ പി അധ്യക്ഷന്റെ ഇടപെടൽ അനൂപ് ആന്റണിയെ അയച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പ് രാജീവ് ചന്ദ്രശേഖർ ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ വിഷയം അറിഞ്ഞ ഉടനെ അനൂപ് ആന്റണി അയച്ചു. അനൂപ് ആന്റണി ആദ്യത്തെ ദിവസം അവിടെ ചെന്നു. അനൂപ് ആന്റണി അവിടുത്തെ ഉപമുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നൊരു പൊന്നാട സ്വീകരിക്കുന്നു, ഒരു ഗിഫ്റ്റ് സ്വീകരിക്കുന്നു. 1 മണിക്കൂറിനുള്ളിൽ ജാമ്യം നിഷേധിച്ചു. അനൂപ് ആന്റണിക്ക് പൊന്നാട കിട്ടി. അനൂപ് ആന്റണിക്ക് സർക്കാരല്ലാതെ പിന്നെ ആരാണ് പ്രോസിക്യൂഷൻ കേസെടുത്തിരിക്കുന്നത്? പോലീസ് ആരുടേതാണ്? പോലീസിനെ കേരളത്തിലെ പോലെ പോലീസിനെ കുറിച്ച് പറയുമ്പോൾ ചുരുക്കത്തിൽ അനൂപ് ആന്റണിക്ക് അവിടെ പോയി ഷോള് കിട്ടി, പക്ഷേ ജാമ്യം കിട്ടിയില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് എന്താണ് സംസ്ഥാനത്തിന്റെ പോലീസിംഗിൽ കാര്യം? ഇവിടെ പറ്റുന്ന ഈ രാജ്യത്ത് വെല്ലുവിളിക്കപ്പെടുമ്പോ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നാണ് പോയി ചോദിക്കുന്നത്. പക്ഷേ അനൂപ് ആന്റണിയും രാജീവ് ചന്ദ്രശേഖരും പറഞ്ഞത് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പോസിറ്റീവ് തീരുമാനം പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞു. 1 മണിക്കൂറിനുള്ളിൽ ആ തീരുമാനം വന്നു. എന്താണ്? ജാമ്യം നിഷേധിച്ചില്ല എന്നുള്ളതാണ്. ജാമ്യം നിഷേധിച്ചു എന്നുള്ളതാണ്. അതാണ് ഞാൻ പറയാൻ വരുന്നത്. ജാമ്യം നിഷേധിച്ചു എന്നുള്ളതാണ്. അനൂപ് ആന്റണി വീണ്ടും കാണുന്നു. അതിനുശേഷം വീണ്ടും ചർച്ച ചെയ്തിട്ട് വീണ്ടും പറയുന്നു വീണ്ടും പോസിറ്റീവായിട്ടുള്ള തീരുമാനം സെഷൻസ് കോടതിയിൽ വരാം. വീണ്ടും തീരുമാനം വന്നു. സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയില്ലെന്ന് മാത്രമല്ല NIA കോടതിയിൽ പ്രോസിക്യൂഷനാണ് ഇത് ആർഗ്യൂ ചെയ്യുന്നത്. ഇത് NIA കോടതി. അസ്വസ്ഥപ്പെടല്ലേ? പ്രോസിക്യൂഷനെ നിയന്ത്രിക്കുന്നത് ആരാ? അവിടുത്തെ പോലീസിംഗിനെ നിയന്ത്രിക്കുന്നത് ആരാ? എന്നിട്ട് ഹൈക്കോടതിയിൽ അതുകൊണ്ട് തന്നെയാണ് 7 ദിവസമായി 2 കന്യാസ്ത്രീകൾ കുറ്റവാളികൾക്കൊപ്പം അവിടെ കഴിയുക. ആര് കൊടുക്കും ഇതിന്റെ നീതി നിഷേധത്തിന്റെ വില? ആര് കൊടുക്കും? കഴിഞ്ഞതിന്റെ അനീതിയുടെ കോമ്പൻസേഷൻ ആര് കൊടുക്കും? ഛത്തീസ്ഗഡ് സർക്കാർ കൊടുക്കുമോ? അനൂപ് ആന്റണി കൊടുക്കുമോ? രാജീവ് ചന്ദ്രശേഖർ കൊടുക്കുമോ? കേരളത്തിൽ പൊൻകിരീടം കൊടുത്തുപോയി സുരേഷ് ഗോപി കൊടുക്കുമോ? ഈ പറയുന്ന ജോർജ് കുര്യൻ കൊടുക്കുമോ? ആ നീതി നിഷേധമുണ്ടല്ലോ, അത് കേരളത്തിലെ വിശ്വാസികൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. കാരണം അനൂപ് ആന്റണിയെ അനൂപ് ആന്റണി അയച്ചിരിക്കുന്നത് എന്താണെന്നറിയാം? അനൂപ് ആന്റണി തിരുവല്ലയിൽ മത്സരിക്കാൻ പോകുന്ന BJPയുടെ സ്ഥാനാർത്ഥിയാണ്. തിരുവല്ലയിലെ ക്രിസ്ത്യൻ വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ടുള്ള നോട്ടമാണ്. പക്ഷേ പൊളിഞ്ഞടുങ്ങുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്. അത് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാർട്ടിക്കുള്ളിൽ ഈ അനൂപ് ആന്റണിയെ അയച്ചതിന്റെ പേരിൽ 2 അഭിപ്രായമുണ്ട്. ഇനി ആരാണ് അനൂപ് ആന്റണി? അനൂപ് ആന്റണിക്ക് എന്ത് ഔദ്യോഗിക സംവിധാനമാണ് ഉള്ളത്? അവിടെ പോയി നീതി നിഷേധം ജോർജ് കുര്യൻ നിശബ്ദനാകേണ്ടി വരുന്ന സാഹചര്യം, അനൂപ് ആന്റണി പറഞ്ഞതെല്ലാം പൊയ്യാണെന്ന് മനസ്സിലാകുന്ന സാഹചര്യം. ഒടുവിൽ കേരളത്തിന്റെ BJPയുടെ അധ്യക്ഷൻ നിന്ന് വിറയ്ക്കുകയാണ്. ഒരു മറുപടിയും ഇല്ലാതെ. എന്നിട്ട് ഇത് ആരോട് ചോദിക്കണം? ഇവിടെ ക്ഷമിക്കണം ആന്റോ അഗസ്റ്റിൻ, ഈ അനൂപ് ആന്റണി അഭിപ്രായം പറഞ്ഞതിനു ശേഷം തൊട്ടു പിന്നാലെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ ട്വീറ്റ് വരിക. അനൂപ് ആന്റണി പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ്. അതിനുശേഷം രാജീവ് ചന്ദ്രശേഖരുടെ പ്രസ് മീറ്റ് വരിക. വീണ്ടും അടുത്ത പോസ്റ്റ്, പോലീസ് ചെയ്യേണ്ടതേ ചെയ്യുന്നുള്ളൂ എന്നുള്ള പോസ്റ്റാണ് വരുന്നത്. ഇത് ആരെ വിശ്വസിക്കണം? അതാണ് ഒരേ സമയം ഞങ്ങളൊന്നും എതിർത്തിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ ജഡ്ജ്മെന്റ് വരുന്ന സമയത്ത് എല്ലാം കൃത്യമായിട്ട് അതാണ്. നോക്കൂ, ഒരേ സമയം ഛത്തീസ്ഗഡിലെ ബജ്രംഗ് ദളിനെയും അവിടുത്തെ വർഗീയവാദികളെയും തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ബാറ്റ് ചെയ്യുന്ന ഒരു സർക്കാരും അതിനെ അനുകൂലിക്കുന്ന BJP ഗവൺമെന്റും കഴിഞ്ഞ 6 ദിവസമായി
കേന്ദ്രം ഇതൊന്നും പ്രതിപക്ഷത്തെ കാണുന്നില്ല. 6 ദിവസമായി ഇതൊന്നും അറിയാതിരിക്കുകയാണോ? ഛത്തീസ്ഗഡിലെ പ്രതിപക്ഷത്തെ കാണുന്നില്ല കേട്ടോ. ഇന്നലത്തെ പ്രതിഷേധം കണ്ടില്ലേ? അത് തൊട്ട് മുമ്പ് ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന്റെ പ്രതിഷേധം കണ്ടില്ല കേട്ടോ. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. നിങ്ങൾക്ക് ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന്റെ ഛത്തീസ്ഗഡാണ് സംസ്ഥാനം. കേരളത്തിൽ നിന്ന് പോയ ഛത്തീസ്ഗഡാണ് സംസ്ഥാനം. കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമല്ല. ഛത്തീസ്ഗഡാണ് സംസ്ഥാനം. പ്ലേസ് ഓഫ് ഒക്കറൻസ് ഛത്തീസ്ഗഡ്, ദുർഗ്, നാരായൺപൂർ. ഛത്തീസ്ഗഡിലെ സർക്കാർ ആദ്യം പറയട്ടെ. കോൺഗ്രസിനെ പറഞ്ഞാൽ ഉടനെ സർക്കാർ പറയും. അതൊക്കെ കയ്യിൽ വെച്ചാൽ സുജയ, ഛത്തീസ്ഗഡിലെ ഒരു വിഭാഗത്തിന് വേണ്ടി ഈ പറയുന്ന വർഗീയ കക്ഷികളായ വർഗീയ സംഘടനകളായ ബജ്രംഗ് ദളിൻ്റെയും അവിടുത്തെ ഹിന്ദു ജാഗരൺ മഞ്ചിനും ഒക്കെ വേണ്ടിയിട്ട് ബാറ്റ് ചെയ്യുന്ന സർക്കാരും BJPയും ഒരു ഭാഗത്ത്. എന്നിട്ട് 7ാമത്തെ ദിവസമാകുമ്പോൾ കേരളത്തിലെ 20% വരുന്ന ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ കണ്ടുനട്ടിരിക്കുന്ന ഒരു ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിന് വേണ്ടി ഇനി റോൾ ചേഞ്ച് ചെയ്യാൻ പോകുന്ന, ഇനി അടുത്ത വേഷം അണിയാൻ പോവുകയാണ്. അന്യൻ എന്ന സിനിമയിൽ വേഷമിടുന്നത് പോലെയാണ്. ഒരു വേഷം അത് ഛത്തീസ്ഗഡിന് വേണ്ടി. രണ്ടാമത്തെ വേഷം എന്താണ് ജോസ് കെ മാണി ചെയ്തത് കുറ്റം? ജോസ് കെ മാണി എന്താ ചെയ്തത്? അവരെ കണ്ടതോ? ഈ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് ഇവിടുത്തെ ക്രിസ്ത്യൻ സഭാവിശ്വാസികളോട് അല്പമെങ്കിലും എല്ലാവരും BJP മാത്രം പറയാൻ ഇങ്ങനെ താങ്കളുടെ എനർജി വേസ്റ്റ് ചെയ്യേണ്ട. LDFും UDFും വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്. ഞാനത് പറയട്ടെ, കോൺഗ്രസിൽ നിന്ന് അകന്നു പോയ ക്രൈസ്തവ വോട്ടുകൾ BJPയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരണം. അതാണ്. നോക്കൂ, അപ്പൊ ജോർജ് ഏതെങ്കിലും തരത്തിൽ ക്രിസ്ത്യൻ സഭകളോട് ഏതെങ്കിലും തരത്തിലുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ ജയിലിൽ കിടക്കുന്ന 2 കന്യാസ്ത്രീകളെ പോയി കാണുകയാണ് വേണ്ടിയിരുന്നത്. സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഛത്തീസ്ഗഡ് സർക്കാരിനോട് വിയോജിക്കുന്നു എന്നതിൻ്റെ പേരിൽ ഒരു പ്ലക്കാർഡ് പിടിച്ച് ഒന്ന് പ്രതിഷേധിക്കുകയാണ് വേണ്ടത്. 6 ഗ്രാമിൻ്റെ സ്വർണ്ണമൊന്നും വേണ്ട, പക്ഷേ നല്ല ഉരുക്കുള്ളൊരു മനസ്സ് വേണമായിരുന്നു. ഈ പറയുന്ന മാലാഖമാർക്കൊപ്പം നിൽക്കാൻ കഴിയുന്നൊരു മനസ്സ് വേണമായിരുന്നു. അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, ആ നിശബ്ദത കൊണ്ട് ഒരനീതിയെ ന്യായീകരിച്ചു എന്നുള്ളതാണ് സുരേഷ് ഗോപി ചെയ്ത തെറ്റ്. ജോർജ് കുര്യൻ ചെയ്ത തെറ്റോ വാക്കുകളും ഒപ്പം തന്നെ ശരീരഭാഷയും ചിരിയും പരിഹാസവും കൊണ്ട് ആ കന്യാസ്ത്രീകളെ ആക്ഷേപിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അത് 2 കാഴ്ചകളും യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിലെ ക്രിസ്ത്യൻ സഭാവിശ്വാസികൾ തിരിച്ചറിയുന്നുണ്ട്, കേരളത്തിൻ്റെ പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. മാനായും മാരീചനായും വരും എന്ന് പറഞ്ഞതുപോലെ 80-20 എന്ന പ്രയോഗം നടത്തിയ മുഖ്യമന്ത്രിയുടെ പേര് യോഗി ആദിത്യനാഥാണ്. 80-20 തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞത്. ഞങ്ങളും നിങ്ങളും എന്ന് പറഞ്ഞത് ഉത്തർപ്രദേശിലെ സർക്കാരാണെങ്കിൽ ഇവിടെ 20% വേണ്ടിയുള്ള BJP വഖഫിലൂടെ കൊണ്ടുവന്ന ജിഹാദിലൂടെ കൊണ്ടുവന്ന ഒരു വലിയ നീക്കം പൊളിഞ്ഞ് പാളീസായതിൻ്റെ അമ്പരപ്പിലും പരിഭ്രാന്തിയിലുമാണ് കേരളത്തിലെ BJP നേതൃത്വം. ഈ വിശ്വാസം തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. ഇനി ഇടയലേഖനം കൂടി വരുമ്പോൾ അത് പൂർണ്ണമാകും. ഇപ്പോൾ സഭാ നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ പോവുകയാണ്. ഈ അനുനയ നീക്കങ്ങൾ കൊണ്ടൊന്നും കാര്യമില്ല. കേരളത്തിലെ സഭാവിശ്വാസികളും എത്രമാരും ഒരൊറ്റ തീരുമാനമെടുത്താൽ മതി. ഞങ്ങളുടെ വിദേശത്തു നിന്ന് ലഭിക്കുന്ന സംഭാവനകളുടെ പേരിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വരുന്ന EDയും ഇൻകം ടാക്സും ഒക്കെ ഉണ്ടല്ലോ, അവരെ ഞങ്ങൾ ഭയക്കുന്നില്ലെന്നും ആ വിദേശ പണം സഹായിച്ചതിന്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്നാൽ ഞങ്ങൾ തയ്യാറാണെന്നും ഇവിടുത്തെ മെത്രാമാര് തീരുമാനമെടുത്താൽ തീരാവുന്നതേ ഉള്ളൂ. ഇവിടുത്തെ BJPയോടുള്ള ഭയം ഒറ്റ കാര്യമേ ഉള്ളൂ. എന്ന് മാത്രമല്ല, ഇന്നത്തെ ഹീറോസ് മുതലപ്പുഴയിൽ ജോർജ് കുര്യന്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഇറങ്ങിപ്പോയത് ആരെന്നറിയോ? ലത്തീൻ കത്തോലിക്ക സഭയാ. ആ സഭ കാണിച്ച ധൈര്യം കോട്ടയത്തും എറണാകുളത്തുമുള്ള കത്തോലിക്കർ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അത് കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ആ വിശ്വാസത്തിന്റെ പാലം തകരുന്നതിന്റെ സൂചനയാണ് മുതലപ്പുഴയിലെ പരിപാടിയിൽ കണ്ടത്. അത് ജോർജ് കുര്യന്റെ പ്രകടനത്തോടുള്ള വലിയ രീതിയിലുള്ള ഒരു വിയോജിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം ജോർജ് കുര്യൻ റിപ്പോർട്ടർ TVയെ സൂചിപ്പിച്ച് പറയുന്നുണ്ട്, പടവലങ്ങ പോലെ താഴേക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങയുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി മാത്രം പറയുന്നു, ഞങ്ങൾ ഇന്നത്തെ ദിവസം റേറ്റിംഗ് വരുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകരെക്കാൾ അല്പം മുൻപിലാണ്. അതിൻ്റെ കണക്കൊന്നും ഞങ്ങൾ പറയുന്നില്ല, കാരണം കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഈ രാഷ്ട്രീയത്തിൽ ഒരു പൊയ്മുഖവും ഇല്ലാതെ കടന്നുപോയൊരു മനുഷ്യൻ്റെ വിയോഗ വാർത്തയാണ് ഞങ്ങൾ സംപ്രേഷണം ചെയ്തത്. അത് നേട്ടമായി ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ താങ്കളോട് പറയാനുള്ളത്, ഈ ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. താങ്കൾ എത്രമാത്രം അസ്വസ്ഥപ്പെട്ടാലും, ചോദ്യം ചോദിക്കുന്ന എല്ലാ വാക്കുകളെയും നാവുകളെയും നിശബ്ദമാക്കാൻ നിങ്ങൾ ശ്രമിച്ചാലും, ചൂണ്ടുന്ന വിരലുകൾക്ക് നേരെ നിങ്ങൾ വിലങ്ങണിയിക്കാൻ ശ്രമിച്ചാലും, ഈ ചോദ്യങ്ങൾ റിപ്പോർട്ടർ TV ചോദിച്ചുകൊണ്ടേയിരിക്കും. ഹിന്ദി അറിയാൻ കഴിയില്ല, ഹിന്ദി ഇതെനിക്കറിയില്ല എന്നൊഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് ഒരുപക്ഷെ സാധിച്ചേക്കും. പക്ഷേ കേരളത്തിന് നിങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. കേരളത്തിലെ യഥാർത്ഥ മുന്നമാരാരാണ് എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുസമൂഹം തിരിച്ചറിയുന്നു എന്ന് മാത്രമാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ന്യൂനപക്ഷം ഭയക്കണമെന്ന ചോദ്യത്തിന് അവർ ആദ്യം വരുന്നത് നിങ്ങളുടെ ഫ്രിഡ്ജിലിരിക്കുന്ന മാംസം തേടിയായിരിക്കും, പിന്നീട് വരുന്നത് നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രവും നിങ്ങൾ പിടിച്ചിരിക്കുന്ന പുസ്തകവും തേടി ആയിരിക്കും എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ അവസ്ഥയിലാണ് എന്ന് നമ്മളോട് പറയുന്നതും ഇതേ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് ന്യൂനപക്ഷം ഭയക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക്. Meet the editors.